ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ആക്ച്വലി രണ്ട് റീഡിംഗ് കൂടി ഒന്നിച്ചാണ് ഇടുന്നത്. ജനറൽ റീഡിങ്ങും റിലേഷൻഷിപ്പും ഒന്നിച്ച് തന്നെ പറയാം. രണ്ടിലും ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ അത് വിചാരിച്ചു രണ്ടിലേക്കും ആ ടോപ്പിക്ക് എനിക്ക് എടുക്കണം തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിച്ച് തന്നെ ചെയ്താലേ ഒരു വീഡിയോയിൽ തന്നെ ഇടുന്നുണ്ട്. താഴെ ഞാൻ മെൻഷൻ ചെയ്യാം. റിലേഷൻഷിപ്പ് ആൻഡ് ജനറൽ ഗൈഡൻസ് രണ്ടും ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തോ അവസാനിച്ചു പോകുന്നു എന്ന രീതിക്ക് നോക്കാം നമുക്ക്. അത് എന്താണ്? ഓക്കെ, ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നു. ആ എൻഡിങ് എന്താണ്? ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്? യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ തരുന്നത് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് അത് രണ്ട് കാര്യത്തിലും ഞാൻ ശ്രമിക്കാൻ പോകുന്നുണ്ട്. ജനറൽ റീഡിങ്ങിലും പറയാം, ആൻഡ് അതേ എനർജി എനിക്ക് റിലേഷൻഷിപ്പിലും നോക്കണമെന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അവസാനിക്കുന്നത് എന്ന രീതിയിൽ, അതായത് റിലേഷൻഷിപ്പ് അവസാനിക്കുന്നു എന്നല്ല, റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ ഒരു മാറ്റം. ഓക്കെ, നമുക്ക് അങ്ങനെ നോക്കാം. എനിവേ, ആദ്യം ജനറലിൽ നിന്ന് തുടങ്ങാം. രണ്ടിനും വേറെ വേറെ ഡെക്ക് എടുക്കാം, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ജനറൽ റീഡിങ്ങിന് ആദ്യം നമുക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താണ് എൻഡായി പോകുന്നത്, എന്താണ് അവസാനിക്കുന്നത്, ആൻഡ് അതിനുശേഷം എന്താണ് ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ജനറൽ റീഡിങ് നിങ്ങൾക്ക് ഇത് കാണണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഡയറക്ട്ലി റിലേഷൻഷിപ്പിന്റെ ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, ഞാനത് വേണമെങ്കിൽ ടാഗ് ചെയ്യാം. പക്ഷെ ഐ തിങ്ക് ഗൈഡൻസ് രണ്ടും കേട്ടാൽ നല്ലതാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ജനറൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് അവസാനിക്കുന്നത്, എന്താണ് ഒരു എൻഡിങ്. ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസ്, ടവർ. ഓക്കെ, നയൻ ഓഫ് പെന്റിക്കിൾസ്, നയൻ ഓഫ് സോർഡ്സ് ആൻഡ് ത്രീ ഓഫ് കപ്സ്. വെരി നൈസ്. ഓക്കെ, ഇവിടെ അവസാനിക്കാൻ പോകുന്നത് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഒരു മാറ്റം. ഓക്കെ, അതായത് സ്റ്റക്കായി നിന്ന ഒരു കാര്യം അവസാനിക്കാൻ പോകുന്നു. അതായത് ആ ഒരു നമ്മൾ പറയില്ലേ, ഒന്ന് അനങ്ങുന്നില്ല, കാര്യങ്ങൾ അനങ്ങുന്നില്ല, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നില്ല എന്നൊരു തോന്നലുണ്ടാവില്ലേ, അത് മാറി വരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ കുറച്ചായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവാം. അതിന് ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ മാറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാട് ലേശം മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളയുന്ന ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ സിറ്റുവേഷൻ മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്ത് വരാൻ പോകുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതായത് നമ്മൾ എപ്പോഴും പറയില്ലേ, മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ കാര്യം എന്താണ്, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ആ ചോദ്യങ്ങൾ അവസാനിക്കും. ഐ തിങ്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇവിടെ കിങ് ഓഫ് വോൺസ്, നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട്, ടവർ ഉണ്ട്. ഓക്കെ, സോ അഗൈൻ ഇവിടെ ഒരു എൻഡിങ്ങിന്റെ കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നത് പക്ഷേ നെഗറ്റീവ് കാര്യങ്ങളാണ്. അതായത് ഒരു ടവർ മൊമെന്റ് വരും. ഓക്കെ, ടവർ മൊമെന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് നല്ലതല്ലാത്തത് എന്തെങ്കിലുമൊക്കെ അവസാനിച്ചു പോകുമെന്നാണ് പറയാം. ഓക്കെ, എന്താണോ സ്റ്റേബിൾ അല്ലാത്തത് അത് അവസാനിച്ചു പോകുമെന്നാണ് പറയാം. ഞാൻ ജസ്റ്റ് ആലോചിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ടെൻഷൻസ് അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫിയേഴ്സ് അവസാനിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഈ ടവർ മൊമെന്റ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ മനസ്സിലാണ്. ഓക്കെ, അതായത് ഇനി ഇങ്ങനെ ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോയാൽ ശരിയാവില്ല എന്നൊരു തോന്നൽ. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരുപാട് സ്ട്രെസ് അടിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഉറക്കം പോലും പോകുന്ന തരത്തിൽ വല്ലാതെ നിങ്ങൾ വറി ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളെ തന്നെ ആക്ച്വലി നിങ്ങളൊരു കുറച്ചുകൂടി എന്തൂസിയാസത്തോടെ, ഓക്കെ, കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെന്റോടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതിന് പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾ ഇവിടെ പിന്നിൽ ഉപേക്ഷിക്കാനും നിങ്ങൾ തയ്യാറാവുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ നല്ലതല്ല, നിങ്ങൾക്കറിയാം അത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ന്യായമായത് കിട്ടുന്നില്ല. ബട്ട് എന്നാലും നിങ്ങൾ അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം അത് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുതിയ നല്ലത് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള നിങ്ങളുടെ ഒരു പേടി ഉണ്ടാവും. സോ അതുകൊണ്ട് നമ്മളത് പിടിച്ചു വെക്കുക. അതേപോലെ തന്നെ ചില ബന്ധങ്ങളായിരിക്കാം. അഗൈൻ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, നമുക്ക് നല്ലതല്ല എന്ന് നമുക്കറിയാം. അതിവിടെ തകർന്നു പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതാണ് ഇവിടുത്തെ എൻഡിങ്. ആക്ച്വലി എൻഡിങ് നമ്മൾ ചോദിച്ചിരുന്നു, ടവർ കാർഡ് തന്നെ വന്നിട്ടുണ്ട്. സോ എൻഡിങ് ആണ് കാണിക്കുന്നത്. എൻഡിങ് പക്ഷെ നിങ്ങളുടെ ഒരു സ്ലീപ്ലെസ് നൈറ്റ്സ് എൻഡ് ആവുന്നു. ഓക്കെ, നിങ്ങളുടെ ടെൻഷൻസ് എൻഡ് ആവുന്നു.
നിങ്ങളുടെ വറീസ് എൻഡ് ആവുന്നു എന്ന രീതിയിലാണ്. ആൻഡ് അതിനുശേഷം ഇവിടെ എനിക്ക് നൈറ്റ് ഓഫ് വാൻസ്, നിങ്ങൾക്കൊരു പുതിയ നിങ്ങളൊരു പുതിയ ഐഡിയ വെച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട്, നിങ്ങളുടെ ടാലൻസ് യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട്, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്തെങ്കിലും ഫോളോ ചെയ്യുന്ന കാര്യമായിരിക്കാം. കാരണം അത് നിങ്ങൾക്ക് അബൻഡൻസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അഗെയിൻ 9 വന്നു. ഇവിടെ 9 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഓൾമോസ്റ്റ് എൻഡിങ് എന്ന രീതിക്ക് ഇവിടെ വന്നു. ആൻഡ് അഗെയിൻ ഇവിടെ ഒരു 9 വന്നിട്ടുണ്ട്. ഇതൊരു തുടക്കം എന്ന രീതി, നല്ല ഇത് പോസിറ്റീവ് കാർഡാണ്, ഇത് നെഗറ്റീവ് കാർഡായിരുന്നു. സോ ഈ നെഗറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ടെൻഷൻസ്, നിങ്ങളുടെ സ്ട്രെസ് എല്ലാം അവസാനിക്കുമ്പോൾ, ഓവർ തിങ്കിങ്, നിങ്ങൾ കൂടുതൽ ചിന്തിച്ചു കൂട്ടുക, ഓക്കെ, ഇല്ലാത്തതുപോലെ ആലോചിച്ച് കൂട്ടി ടെൻഷൻ അടിക്കുക, അതെല്ലാം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു ഇത് ശരിക്കും ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ജോലി കരിയറിൽ എന്തെങ്കിലും സ്റ്റേബിൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. ഓക്കെ, വേറെ ആരോടും ഒരു ഹെൽപ്പോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായാലും നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു പണം കിട്ടും എന്ന രീതിക്ക് പറയാം. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാം. ഓക്കെ, മേ ബി ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിരുന്നു, അത് ഞാൻ റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റ് പറയാം. മേ ബി ഒരു ജോലി വിട്ടിട്ടായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഹാപ്പിനെസ് കാണുന്നുണ്ട്, സെലിബ്രേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ അവസാനിച്ചു പോകുന്നത് എന്ത് തന്നെയായാലും അത് നിങ്ങൾക്ക് നല്ലതാണ് കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് പലതും, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നതായിരിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫിയേഴ്സ് മാറിപ്പോകുന്ന, നിങ്ങളുടെ പേടികൾ, നിങ്ങളെ ലിമിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ, ഓക്കെ, അതായത് നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് എന്താണോ തടഞ്ഞത് അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരികയാണ്. ഓക്കെ, നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ ലിമിറ്റേഷൻ നിങ്ങൾ പുറത്തു വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നതാണ്. ഓക്കെ, അത് ഇതുവരെ നിങ്ങൾക്കത് ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് നിങ്ങൾ ഐ തിങ്ക് തീരുമാനിക്കും, ഇല്ല, ഞാൻ എന്തായാലും ഇതിൽ നിന്ന് വിട്ട് വന്നേ പറ്റൂ, ഇതിൽ ഞാൻ മാറ്റിയെടുത്തേ പറ്റൂ. ഞാൻ നിങ്ങളുടെ ചില സ്വഭാവങ്ങളായിരിക്കാം, നിങ്ങളുടെ ചില ശീലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള എന്തെങ്കിലും സിറ്റുവേഷൻ്റെ കാര്യമായിരിക്കാം. ഈ ടവർ മൊമെന്റിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കുന്ന അതിനുശേഷം നിങ്ങൾക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ ഹാപ്പിനെസ്, സന്തോഷം, നിങ്ങൾക്ക് ഈവൻ ഫൈനാൻഷ്യലി നിങ്ങൾക്കൊരു ഗ്രോത്ത്, കരിയറിൽ ഗ്രോത്ത് എല്ലാം കാണുന്നുണ്ട്. ഈവൻ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾക്ക് അത് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ് എന്ന് മാത്രമല്ല, ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. എന്തെങ്കിലും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമാണ് കാണുന്നത്. ഐ തിങ്ക് ഇതിൽ ഈ ഒരു ഓവറോൾ ഈ ഒരു നെഗറ്റീവ് പീരീഡിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫ് എന്ന് അവസാനിക്കുന്നത്, നിങ്ങളെ എന്താണോ ഇതുവരെ വേദനിപ്പിച്ച്, എന്തായിരുന്നു വിഷമിപ്പിച്ചത്, അത് നിങ്ങൾ അവസാനിച്ച് പോകുന്നു എന്നാണ്. അതുമാത്രമല്ല, ആക്ച്വലി ഇവിടെ ക്വീൻ ഓഫ് സോഡ്സും 4 ഓഫ് വൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ക്വീൻ ഓഫ് സോഡ്സ് പറയുന്നത് നിങ്ങൾ വളരെയധികം ബോൾഡ് ആവുന്നതാണ്. ആക്ച്വലി ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെയും ബോൾഡ് ആവുന്ന പോലെയും, ഓക്കെ, നിങ്ങൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും എന്ന രീതിക്കൊക്കെയാണ്. സോ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കുന്നു, അത്ര തന്നെ. ഓക്കെ, നിങ്ങളെ ഇനി ആരും വേദനിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഒരു വിഷമിപ്പിക്കാൻ നിങ്ങൾ ഒരു അവസരം നിങ്ങൾ ഇനി കൊടുക്കില്ല എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ റിലേഷൻഷിപ്പ് എടുക്കാം, എന്നിട്ട് ഒന്നിച്ച് നമുക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓക്കെ, ഇതിവിടെ ജനറലി ഞാൻ കുറച്ചുകൂടി പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഏർണിംഗ് ഒക്കെ കിട്ടാനുള്ള സാധ്യത എന്ന രീതിയിലാണ്. നിങ്ങൾക്ക് കഴിവ് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിക്കാനും അതിൽ നല്ലൊരു സ്റ്റെബിലിറ്റി, ഒരു സ്റ്റേബിളായിട്ട് നല്ല ജോലി കിട്ടാനുള്ള സാധ്യത അങ്ങനെയെല്ലാം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈവൻ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ലൈക്ക് എന്ത് ഫീൽഡും ആവാം, ഓക്കെ, എന്തൊരു ഫീൽഡായാലും നിങ്ങൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളെ ചെയ്ത് മുന്നോട്ട് നിങ്ങൾക്ക് വളരെയധികം ആക്ച്വലി ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. സോ ഓവറോൾ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നെഗറ്റീവ് പീരീഡ് എൻഡ് ചെയ്ത് ഒരു പോസിറ്റീവ് പീരീഡിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഓക്കെ, റിലേഷൻഷിപ്പിലും ഇതേപോലെ തന്നെ, റിലേഷൻഷിപ്പിൽ എന്താ അവസാനിക്കുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം രണ്ടും കൂടി ഗൈഡൻസ് എടുക്കാം. റിലേഷൻഷിപ്പിൽ എന്താ ഞാൻ ഇതെല്ലാം തിരിച്ചു പിടിക്കുന്നത്. ഓക്കെ, 10 ഓഫ് വൺസ്, ഇത് രണ്ടും വേറെ വേറെയാണ്. ഓക്കെ, നിങ്ങൾ മിക്സപ്പ് ചെയ്യണ്ട. 10 ഓഫ് സോഡ്സ് ആൻഡ് 10 ഓഫ് ഓ മൈ ഗോഡ്. ഓക്കെ, 4 ഓഫ് കപ്സ്, wow, 4 of wands, temperance, awesome, 6 of cups, beautiful again. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലേഷൻഷിപ്പിൽ എന്താ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ, ഇതുവരെ ഐ തിങ്ക് നിങ്ങൾക്ക് ഞാൻ
പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളൊരു ചീറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും. ഓക്കെ, നിങ്ങൾ ചതിക്കപ്പെടുന്നു, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുന്നു, നിങ്ങളെ അവർ മേ ബി നിങ്ങൾക്ക് പല സമയത്തും അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായി കാണാം. ഈ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നിക്കാണാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വല്ലാതെ ബിട്രേ ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കാണാം. ചതിക്കുക അല്ലെ, ചതിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിൽ നിങ്ങളോട് മുമ്പിലൊന്ന് കാണിച്ച് പുറകിൽ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് എനിക്ക്. 10 of Wands ആൻഡ് 10 of Swords ആണ്. സോ ശരിക്കും വളരെയധികം നിങ്ങൾ അതിൻ്റെ ഭാരം നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളെ തളർത്തിയിട്ടുണ്ടത്. ഇത് 10 of Swords ഒക്കെ പറയാൻ നമ്മൾ പിന്നിൽ ഇങ്ങനെ കുറേ വാള് കുത്തുന്ന ഒരു കാർഡുണ്ട്. അത്രയും നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്. ശരിക്കും ബിട്രയൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ചതിക്കപ്പെട്ടു എന്ന രീതിയിൽ അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾ ആ ബേർഡൻ ആയിരിക്കും താഴെ ഇടുന്നത്. ഒന്ന് മേ ബി ഈ ബന്ധത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾ മാറാൻ തീരുമാനിക്കാം. ഓക്കെ, ഈ ബന്ധം ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കാം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ ആ ഒരു ബിട്രയലിനെ നിങ്ങൾ മാപ്പ് കൊടുക്കാൻ ചിലപ്പോൾ തീരുമാനിക്കാം. ഓക്കെ, 2 തരത്തിലും എടുക്കാം ഇവിടെ. ഓക്കെ, കാരണം അത് പറയാൻ റീസൺ ഇവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ലേശം. സോ കുറച്ച് പേർക്ക് നിങ്ങൾ ആ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാവും. മേ ബി ഇപ്പോഴല്ല, മേ ബി പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായി കാണാം. എനിക്ക് അവർ ലൈഫിൽ തേർഡ് പാർട്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു, ചതിച്ചു എന്ന രീതിക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കാണും. മേ ബി അതിനെ നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാവും കുറച്ച് പേര്. ഓക്കെ, കുറച്ച് പേര് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇനി എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കും. ഓക്കെ, 2 തരത്തിലും എനിക്ക് കാണുന്നുണ്ട്. സോ അവിടെ ഒരു രണ്ടും എൻഡിങ് തന്നെയാണ് അല്ലേ. ഒന്ന് നമ്മൾ ഒരു നമ്മുടെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുന്നു, പാസ്റ്റിനെ നമ്മൾ ഫൊർഗീവ് ചെയ്ത് വിട്ട് കളയുന്നു, അതൊരു എൻഡിങ് ആണ്. അതേപോലെ തന്നെ കുറച്ച് പേര് നിങ്ങൾ റിലേഷൻഷിപ്പ് തന്നെ വിടുന്നുണ്ടെങ്കിൽ ആ എൻഡിങ് ആയിരിക്കാം. സോ 2 തരത്തിലും ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ വളരെയധികം സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു എനർജി എന്താ അറിയില്ല, എന്നത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എങ്ങനെയോ മൈൻഡിൽ വന്നതാണ്. എന്തോ എൻഡ് ആവുന്ന ഒരു പീരീഡ്, ഒരു സമയം ഒരു മാറ്റത്തിൻ്റെ ആയിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഐ തിങ്ക് ഈ റിലേഷൻഷിപ്പിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുത്ത് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് ഒരവസരം കൂടി കൊടുക്കാം എന്ന രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബന്ധത്തിൽ നിന്ന് തന്നെ നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറാവുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. രണ്ടും ഉണ്ട്. വിഷമമുണ്ട് നിങ്ങൾക്ക്, വിട്ടുകളയുന്നവർക്ക് നിങ്ങൾക്ക് നല്ലോണം വിഷമമുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് തരം നിങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് വേസ്റ്റ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ മിസ്സിങ് എനർജിയും എനിക്ക് കാണുന്നുണ്ട്. രണ്ടും കാണുന്നുണ്ട്. എനിക്ക് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കാണാം കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിടാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മിസ് ചെയ്യും എന്ന രീതിയിലും എനിക്ക് കാണുന്നുണ്ട്. മിസ്സിങ് എനർജി നല്ലോണം ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ട് തരം നിങ്ങൾ എത്ര അവർക്ക് എന്ത് കൊടുത്തിട്ടും കാര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് തിരിച്ചറിഞ്ഞില്ല എന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് തോന്നാം. മേ ബി കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഇനി ഇതിൽ താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞ രീതിക്കായിരിക്കാം. ബട്ട് ഇവിടെ ഓവറോൾ ഫ്യൂച്ചറിലേക്ക് എനിക്ക് കാണുന്നത് 4 of Wands ആൻഡ് ടെമ്പറൻസ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ 6 of Cups എനിവേ ഉണ്ട്, ആൻഡ് ഇവിടെ Ace of Wands ഉണ്ട്, ജസ്റ്റിസും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്ന രീതിയിലാണ്. ഓക്കെ, ന്യൂ ബിഗിനിങ്, നിങ്ങൾക്കൊരു ഹാപ്പിനെസ്, സ്റ്റെബിലിറ്റി എല്ലാം വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒന്ന് ന്യായം വരും എന്നുള്ളത് വേറെ. ഓക്കെ, നിങ്ങളെ ഇതുവരെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സൺ നിങ്ങളെ ചതിച്ചു, ചീറ്റ് ചെയ്തു, അങ്ങനത്തെ എന്തെങ്കിലും എനർജി ഉണ്ടെങ്കിൽ ഓക്കെ, ന്യായം നിങ്ങൾക്ക് കിട്ടും എന്നാണ്. പേഴ്സൻ്റെ ഭാഗത്ത് അവർ ചില തെറ്റുകൾ റിയലൈസ് ചെയ്യും, അവർ തിരിച്ചറിയും, അവർ ചെയ്ത മിസ്റ്റേക്സ് അവർ തിരിച്ചറിയും, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ന്യായം കിട്ടും എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക്, അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കിയിട്ട്, ഇത് 4 of Wands ആക്ച്വലി മാരേജ് കാർഡാണ്. മാരേജ് വേണമെന്നില്ല, നിങ്ങൾ തമ്മിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് വീണ്ടും ഒരു ബന്ധം നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇതുവരെ ഇടയിൽ നിങ്ങൾക്കൊരു താല്പര്യമില്ലായ്മ തോന്നാൻ നിങ്ങളതിൽ നിന്ന് അല്പം മാറി നിൽക്കാം. ബട്ട് പേഴ്സൺ വീണ്ടും അത് റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ച് നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കും എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. അത് അവസരം കൊടുക്കുന്ന ആൾക്കാർക്ക് ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് മാപ്പ് കൊടുത്ത് നിങ്ങൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ സാധിക്കും. ഓക്കെ, കുറച്ച് പേർക്ക് അതിവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ, കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എവിടെയോ ഒരു ലോയലായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് എന്നാലും കുറച്ച് പേർക്ക് ഐ തിങ്ക് താങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കുറച്ച് പേര് ഇത് വിട്ടുപോകുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യായം കിട്ടും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അവരെ തിരിച്ചറിയും. ആ റിഗ്രറ്റ് അവർ തീർച്ചയായിട്ടും അവർ പിന്നീടായാലും എപ്പോഴായാലും അവരത് അനുഭവിക്കും എന്തായാലും. ആൻഡ് നിങ്ങളിവിടെ മുന്നോട്ട് കുറച്ച് പേര് വിട്ടുപോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുന്നവർക്ക് മേ ബി ഓക്കെ
റിലേഷൻഷിപ്പ് വിട്ടു പോകുന്നവർക്ക് എവിടെയോ നിങ്ങൾ കുറച്ച് പീരീഡ് നിങ്ങൾ തനിച്ച് ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ ലൈക്ക് 2 കാറ്റഗറി എന്ന രീതിക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു കാറ്റഗറി ആൾക്കാർ നിങ്ങൾ കുറച്ച് റിലേഷൻഷിപ്പ് വിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം സെൽഫ് കെയറിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, അവനവൻ്റെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് തിരിയും. നിങ്ങൾ വേറെ ആരും വേണ്ട, ഒന്നും വേണ്ട, കുറച്ച് സമയത്തേക്ക് എനിക്കൊന്നും വേണ്ട എന്ന രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന രീതി, അങ്ങനെ ഒരു എനർജിയാണ് കാണുന്നത്. സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ജെൻസ് ആയാലും കേട്ടോ, ജെൻസ് ആയാലും ക്വീനിൽ നിന്ന് നോക്കണ്ട, നിങ്ങൾ ഒരു സെൽഫ് ലവ്, അവനവനെ കെയർ ചെയ്യുക, അവനവനെ ആ ഒരു സ്നേഹം കൊടുക്കുന്ന ഒരു രീതിയിൽ. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അഗൈൻ ഒരു പുതിയ തുടക്കം. ഓക്കെ, വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, ഒരു പുതിയ വ്യക്തി സാധ്യതയുണ്ട്. ഒരു പുതിയ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. നിങ്ങൾക്ക് വേറെ കമ്മിറ്റഡ് ആയിട്ടൊരു ഓഫർ തന്ന, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബാലൻസിൽ വെക്കുന്ന തരത്തിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരും. അത് നിങ്ങൾ പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്താൽ, ഓക്കെ, മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് മൂവ് ഓൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു റിലേഷൻഷിപ്പ് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, അതിലും ഒരു ബാലൻസ് ആയിട്ട് പോകുന്ന നല്ലൊരു ബന്ധം നിങ്ങൾക്ക് വേറെ വരും. ഓക്കെ, നിങ്ങളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പ്രോപ്പറായിട്ട് നിങ്ങളോട് ന്യായം ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരും. ഓക്കെ, അല്ലാത്തവർക്ക് ഇപ്പം സപ്പോസ് ഇത് മാപ്പ് കൊടുത്ത് നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിലും, ഓക്കെ, മേ ബി ഒരു പീരീഡ് നിങ്ങളും ഒരല്പം അവനവനെ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ, അപ്പം നിങ്ങൾ ഐ തിങ്ക് ഒരു ബാലൻസ്, നിങ്ങളിവിടെ പേഴ്സണിന് അവസരം കൊടുത്താലും നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് ലവിലേക്ക് വരണം എന്നൊരു അഡ്വൈസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവസരം കൊടുക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, ദറ്റ് ഇനി നിങ്ങൾ ആ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഫുള്ളി അങ്ങനെ ഒരുപാട് എന്താ പറയുക, ആദ്യമേ തന്നെ വല്ലാതെ അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് പോകരുത്. ഓക്കെ, ഒരല്പം നിങ്ങൾ സ്വയം കൂടി അവനവനെ കൂടി നിങ്ങളൊന്ന് സ്നേഹിക്കണം. ഓക്കെ, ഇനി ഒരിക്കൽ നിങ്ങൾ ഈ ഒരു വേദന അനുഭവിക്കാൻ ഇടവരരുത്. സോ അത് നിങ്ങളുടെ ഭാഗത്താണ്, നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ബട്ട് എനിവേ, നിങ്ങൾക്കും ഒരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ് കാണുന്നത്. 2 പേർക്കും 2 സെക്ഷൻ ആയാലും ശരി, ഒന്ന് വിട്ടുപോകുന്നവർക്ക് ഒരു പുതിയ പേഴ്സൺ വരാം. ഓക്കെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാപ്പ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരും എന്ന രീതിയിലാണ്. പക്ഷേ എൻഡിങ് ഉണ്ട് ഇവിടെ. എൻഡിങ് ഓഫ് ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുന്ന തരത്തിലായിരിക്കാം. ഓക്കെ, ആ ഒരു വേദനകൾ നിങ്ങൾ ആ ബിട്രയലിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട്, ഓക്കെ, അതിനെ ഹീൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടായിരിക്കാം. സോ 2 തരത്തിലും ഇനി ഈ ഒരു വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ അതായിരിക്കും അവസാനിച്ചു പോകുന്നത്. ഈ വേദനകളാണ് അവസാനിച്ചു പോകുന്നത്. അഗൈൻ എവിടെയും അത് തന്നെയാണ്. ഓക്കെ, സോ എന്തായാലും ഒരു പുതിയ തുടക്കം, ഒരു മാറ്റം ഇവിടെ തീർച്ചയായിട്ടും നടക്കാൻ പോകുന്നുണ്ട് പലരുടെയും ലൈഫിൽ. ഓക്കെ, കുറച്ച് അഡ്വൈസ് കാർഡ്സ് 2 ജനറൽ റീഡിങ്ങിനും റിലേഷൻഷിപ്പിനും 2നും കൂടി ഒന്നിച്ച് തന്നെ എടുക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസസ് യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത് നോക്കാം നമുക്ക്. മൂവിങ് ഓൺ. യെസ് 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 ട്രൂത്ത്. ഓക്കെ, ത്രോട്ട് ചക്ര. ഓക്കെ, ഡിസ്റപ്ഷൻ. ഡെസ്റ്റിനി. അതോറിറ്റി എന്നാണ്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. 1 more കാർഡ് ഒന്നും കൂടി എടുത്തേക്കാം. ആൻഡ് സേക്രൽ ചക്ര. ഇവിടെ ലാസ്റ്റ് സക്സസ് കാണുന്നുണ്ട്. സക്സസ് ആൻഡ് ഹാർമണി. വെരി ഗുഡ്. ഓക്കെ, നൈസ്. വിത്ത് ഫേം ഫൗണ്ടേഷൻ. ഗുഡ്. ഇത് നമ്മുടെ 4 of Wands കാർഡിന്റെ മീനിങ് ആണ്. ഓക്കെ, നിങ്ങളുടെ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ റിലേഷൻഷിപ്പ് വിട്ട് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിനെ ആവാം, അല്ലെങ്കിൽ ഈവൻ ജനറൽ നമ്മൾ റീഡിങ്ങിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലതല്ലാത്തത് വിട്ടുമാറി നിങ്ങൾ പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. മൂവിങ് ഓൺ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ നിന്ന് മുന്നോട്ട് വരുന്നതായിരിക്കും. എനിക്ക് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ത് തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്നത് നടന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്ന രീതിയിലാണ്. സോ ആ ഒരു മൂവിങ് ഓൺ, ഇത് നിങ്ങൾ എടുക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂവിങ് ഓൺ 2 തരത്തിലും ഞാൻ പറഞ്ഞു, റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ലൈഫിൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പാസ്റ്റിനെ തന്നെ ഇനി പാസ്റ്റ് നമുക്ക്, അതായത് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ആവാത്ത തരത്തിൽ അതിനെ നമ്മൾ മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുന്നതായിരിക്കാം, ഫൊർഗീവ് ചെയ്യുന്നതായിരിക്കാം, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചവരെ ഫൊർഗീവ് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടോട്ടലി നമ്മൾ ചില സിറ്റുവേഷൻസ് വിട്ടുമാറി നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കാം. 2 തരത്തിലും എടുക്കാം.
അഗെയിൻ ഇതിവിടെ നിങ്ങളെ ഒരു നല്ല ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ എത്തിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടേതായ ഒരു യൂണിവേഴ്സ് തീരുമാനിച്ച പോലെ നിങ്ങൾക്കൊരു ഒരു നല്ല ഡെസ്റ്റിനി നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട നല്ല കാര്യങ്ങളുണ്ട്, അതിലേക്ക് നിങ്ങളെ എത്തിക്കും. ഓക്കെ, കംപ്ലീഷൻ എന്ന് പറയാം. 10 ആക്ച്വലി കംപ്ലീഷൻ കൂടിയാണ്. കംപ്ലീഷൻ മാത്രമല്ല, നിങ്ങൾക്കൊരു സക്സസ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണിത്. ആൻഡ് ഇവിടെ ട്രൂത്ത്, യെസ്, നിങ്ങൾ ചില സത്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ക്ലിയർ ആവും. ആ സത്യങ്ങൾ നിങ്ങളെ ഒന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കും, ഓക്കെ ഇനി ഇവിടെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നായിരിക്കാം മനസ്സിലാക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ സാരല്ലേ, അതിന് എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റും എന്നായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ ചില സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചില സത്യങ്ങൾ കാണിച്ചു തരും എന്ന രീതിയിലാണ്. ആൻഡ് ഇവിടെ അതോറിറ്റി ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കും. ഓക്കെ, നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളെ ഇനി ആരും വേദനിപ്പിക്കാനോ ഒന്നും നിങ്ങൾ അവസരം കൊടുക്കില്ല ഇനി. ഓക്കെ, എൻ്റെ ജീവിതം ഇനി എൻ്റെ കയ്യിലാണ്. ഓക്കെ, യു ഹാവ് ദി അതോറിറ്റി. വേറെ ആർക്കും നിങ്ങളെ ഇനി വേദനിപ്പിക്കാനോ അതിനോ സാധിക്കില്ല എന്ന രീതിയിൽ നിങ്ങൾ വളരെയധികം ബോൾഡായിട്ടും ഒരു സീരിയസ് ആയിട്ടും ബോൾഡായിട്ടും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലെടുക്കും. ഞാൻ ഇവിടെ സ്റ്റാൻഡ് യു ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. സോ യെസ്, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കും. ഓക്കെ, ഇത് രണ്ടും ഞാൻ ലാസ്റ്റ് പറയാം. ഇവിടെ ഡിസ്റപ്ഷനും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ തകർന്നു എന്ന രീതിയിലാണ് നമ്മൾ 10 of Swords 10 of Wands ഒക്കെ ഞാൻ റിലേഷൻഷിപ്പിലും പറഞ്ഞു. ടവർ മൊമെന്റ് എന്നൊക്കെ എടുക്കാൻ നമുക്ക് ആ കാർഡിന്റെ എല്ലാത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ. നിങ്ങൾ തകർന്ന മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ വളരെയധികം തകർന്നു പോയ കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളെ ഒരുപാട് തകർത്ത് കളഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്നെല്ലാം നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അതിൽ എന്തായാലും മൂവ് ഓൺ ചെയ്യുന്നു, ഏത് തരത്തിലായാലും. ഓക്കെ, ആ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു എന്താ പറയുക ടവർ മൊമെന്റ് സംഭവിച്ച ശേഷം നിങ്ങൾ ലൈഫ് തന്നെ നിങ്ങൾ മാറ്റിയെടുക്കുന്നതായിട്ടാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇനി അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങും എന്ന് പറയാം. ഇവിടെ 16 ആയിരുന്നു, ഇത് 7 ഉണ്ട്. 16 7 ആണ്, ഇതും 7 ആണ്. ഓക്കെ, ഞാനിവിടെ സക്സസ്, യെസ് ഇതും 7 ആണ് നമ്പർ. ഓക്കെ, സക്സസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിങ്ങൾക്ക് ഇനി സക്സസ് വരുന്ന രീതിയിൽ ഓക്കെ നിങ്ങൾ ബോൾഡായിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുന്നതാണ് കാണുന്നത് എനിക്കിവിടെ. ആൻഡ് ഇവിടെ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി തിരിച്ചു വരും. ഓക്കെ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും പേഴ്സണെ വിട്ടുപോയാലും ശരി, അത് വീണ്ടും ചിലപ്പോൾ റീബിൽഡ് ആവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബന്ധം നിങ്ങൾക്ക് വരാം. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് ഓക്കെ അതിൽ പാസ്റ്റിനൊക്കെ ഫൊർഗീവ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും അത് റീബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുകൂടിയാണ്. കുറച്ച് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. സോ ഞാൻ 2-3 സിനാരിയോ പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് രണ്ടും നിങ്ങൾ ഹീൽ ചെയ്യാനുണ്ട് മെയിൻലി. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുന്നത് സേക്രൽ ചക്ര ആൻഡ് ത്രോട്ട് ചക്ര ആണ്. സേക്രൽ ചക്ര എന്ന് പറയുമ്പോൾ നമ്മളുടെ അടിവയറിന് ഈ എന്താ പറയുക നാഭിച്ചുഴിയുടെ താഴെയായിട്ട് വരുന്ന ഒരു പോയിന്റാണ് സേക്രൽ ചക്ര. നിങ്ങളുടെ കോൺഫിഡൻസ് നമ്മൾ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ വേദനകളും വിഷമങ്ങളും നമ്മളെ പലരും ചതിക്കുക അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുക, നമ്മളെ വാല്യൂ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് തന്നെ പോകും അല്ലേ. ആദ്യം തന്നെ ആ ഒരു നമുക്ക് ജീവിതത്തിൽ നമ്മളൊന്നുമല്ല എന്ന രീതിക്കൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. സോ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, സേക്രൽ ചക്രയുടെ പറ്റിയ ചക്ര അഫർമേഷൻസ് നോക്കുക, അല്ലെങ്കിൽ ചക്ര ബാലൻസിങ് മെഡിറ്റേഷനോ ചക്ര ബാലൻസിങ് എക്സസൈസോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓൾറെഡി മേ ബി അഫർമേഷൻസ് ഒക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അത് തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇവിടെ ത്രോട്ട് ചക്ര കാണുന്നുണ്ട്. ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ സംസാരത്തിൽ അഫക്റ്റ് ആവുന്നതാണ്. അതായത് നിങ്ങൾക്ക് തുറന്ന് പറയാൻ സാധിക്കുക അല്ലേ. ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും നമ്മുടെയൊക്കെ ഒരു സ്വഭാവം വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് അവർ വേദനിപ്പിച്ചു എന്നുപോലും ചിലപ്പോൾ നമുക്ക് അവരോട് തുറന്ന് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്നേ അവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, ബട്ട് യെസ് നിങ്ങൾ ഹേർട്ടായി എന്നുള്ള കാര്യം സത്യമാണ് അല്ലേ. അപ്പം അത് പറയാൻ അവിടെ ഇല്ല, ഇനി നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യരുത്, എനിക്ക് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ ചെയ്തത് എന്നെ വേദനിപ്പിച്ചു എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതെല്ലാം തുറന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതവിടെ ത്രോട്ട് ചക്രയുടെ ബ്ലോക്കേജ് ആണ്. തൊണ്ടയുടെ തൊട്ട് താഴെ ഒരു കുഴി പോലെ ഇല്ലേ, അവിടെയാണ് നമ്മൾ ത്രോട്ട് ചക്ര എന്ന് പറയുക. സോ അതിന് എന്തായാലും നിങ്ങൾ ഈ 2 ചക്രാസിൻ്റെ ആക്ച്വലി ഇത് മാത്രമല്ല എല്ലാ ചക്രാസും നിങ്ങൾ എപ്പോഴും ഒരു ഇത് ചെയ്യാൻ ശ്രമിക്കുക. ചക്രാസ് ബാലൻസിങ്ങിൻ്റെ മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ അഫർമേഷൻസോ എക്സസൈസോ അല്ലെങ്കിൽ അഫർമേഷൻസോ ഒക്കെ ചെയ്ത് ഒന്ന് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എൻ്റെ ഒരു ചക്ര അഫർമേഷൻസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലത്തെ പലതും ഉണ്ട്. ഓക്കെ, വേറെ ഒരുപാട് നിങ്ങൾക്ക് യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും. ചക്ര ബാലൻസിങ്ങിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ,
എനിവേ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചിലത് മാറി വരുന്നു ആൻഡ് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്. ആൻഡ് ആക്ച്വലി ഒരു കാര്യം കൂടി നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ഓൾറെഡി 7 പറഞ്ഞിരുന്നു, ഇത് 7 പറഞ്ഞിരുന്നു, ഇത് 2ഉം 5ഉം ആണ്, പക്ഷെ 7 ആയി, ഇതേ ഒരു 7ഉം കൂടി. സോ 4 1 2 3 4 4 7 വന്നിട്ടുണ്ട് ഇവിടെ. എവിടെയോ ഞാൻ ആക്ച്വലി ഏതോ ഒരു ചാനലിൽ എവിടെയോ ഞാൻ ഒരു 777ൻ്റെ ഒരു എന്തോ കാണുകയും ചെയ്തു. ഞാനത് ഫുൾ നോക്കിയില്ല എന്താ സംഭവം എന്നുള്ളത്, പക്ഷെ എവിടെയോ ഞാനും ആ നമ്പർ ഞാൻ നോട്ട് ചെയ്തു, 4 7 എഴുതി കണ്ടു. സോ ഇവിടെ എനിക്ക് 4 7 വീണ്ടും വന്നിട്ടുണ്ട്. സോ എവിടെയോ ഇതൊക്കെ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ്. 7s ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ടാവാം. ചിലപ്പോൾ ജൂലൈ തൊട്ട് ഓക്കെ യെസ് അങ്ങനെ ഫീൽ ചെയ്തു എനിക്ക്. മേ ബി ജൂലൈന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം ഇതൊക്കെ. ഇപ്പോൾ ഓഗസ്റ്റ് കഴിയാറായി. സോ 88 പോർട്ടലിൻ്റെ ഈ ഒരു എനർജിയൊക്കെ വെച്ചിട്ട് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നതായിരിക്കാം. ഓക്കെ 7 പോർട്ടൽ തൊട്ട് മേ ബി ഈ മാസം അവസാനിക്കുന്ന മുമ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കാം ഇതൊക്കെ. ഓക്കെ എന്തായാലും സക്സസ് എല്ലാവർക്കും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലത് നിങ്ങൾ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ എന്തെങ്കിലും അങ്ങനെ തകർന്നൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട. യെസ് വിഷമം തന്നെയാണ്, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് വേറെന്തോ നല്ലത് വരാൻ കൂടിയാണ്. ഓക്കെ എല്ലാം യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.